ബാലാത്രിപുരസുന്ദരിയുടെ രൂപമാണ് കന്യാകുമാരിയിൽ നമ്മൾ കാണുന്ന ദേവി. ആ ദേവിക്ക് വാരാഹിക്ക് 12 ദിവ്യനാമങ്ങളാണ് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത്. പഞ്ചമി, ദണ്ഡനാഥ, സങ്കേത, സമയേശ്വരി, സമയസങ്കേത, വാരാഹി, ബോധ്രിണി, ശിവ, വാർത്താളി, മഹാസേന, ആജ്ഞാചക്രേശ്വരി, അരിഘ്നി എന്നൊക്കെയുള്ള പുണ്യനാമങ്ങളെ അവർക്ക് പറയുന്നു. അതുപോലെ പാശത്തുനിന്ന് അശ്വാരൂഢ ഉണ്ടായി. വലത്തെ മുകളിലത്തെ കൈയിൽ നിന്നും പാശമാണ് ലളിതാ പരമേശ്വരി ധരിച്ചിരിക്കുന്നത്. ആ പാശത്തു നിന്നും അശ്വാരൂഢ ഉണ്ടായി. അശ്വാരൂഢയാണ് അശ്വസേനയുടെ നായിക. അതുപോലെ അങ്കുശത്തു നിന്ന് സമ്പത്കരി ദേവി ഉണ്ടായി. ആ ദേവിയാണ് ഗജസേനയ്ക്കുള്ള നായിക. അങ്ങനെ അതേപോലെ അനേക സേനകൾ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എത്രയോ അക്ഷൗഹിണി സേനകളാണ് പറയുന്നത്. അക്ഷൗഹിണി സേനയിൽ ഒരു അക്ഷൗഹിണി സേനയിൽ 2,18,70 ആൾക്കാരാണ് ഉള്ളത്. രഥം, ഗജം ഇതിൽ നിന്നൊക്കെ കണക്കുണ്ട്. 65,610 കുതിരകളും സേനയിൽ 1,09,350 പേരും മൊത്തം. അതേപോലെ രഥം, ഗജം രണ്ടും 65,000 കൂടുതലാണ്. ഇങ്ങനെ 2,00,000-ലധികം ആളുകളാണ് ഒരു അക്ഷൗഹിണി. ഇങ്ങനെ അനേകായിരം അക്ഷൗഹിണി സേനകൾ, എണ്ണാൻ കഴിയാത്ത അത്രയും സേനകളെയാണ് ദേവി സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ അപ്പുറത്ത് ഭണ്ഡാസുരനും അനേക കോടി അക്ഷൗഹിണി സേനകളാണ് ഉള്ളത്. ഈ സേനകളൊക്കെ ദേവി സൃഷ്ടിച്ചു. അങ്കുശത്തു നിന്ന് സമ്പത്കരി ഉണ്ടായി. അങ്ങനെ ദേവിയുടെ സേന പുറപ്പെട്ടു. ആദ്യം പോയത് ഗജസേനയാണ്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ സമ്പത്കരി സമാരൂഢ സിന്ധുരവ്രജസേവിത. പിന്നീട് പോയത് അശ്വസേനയാണ്. അശ്വാരൂഢാധിഷ്ഠിത കോടിഭിരാവൃത. കോടി അശ്വങ്ങളാണ് അവിടെ പോയത്. അതുപോലെ അതിനുശേഷം മന്ത്രിണി ദേവിയാണ് ചെന്നത്. മന്ത്രിണി ദേവിക്ക് ഗേയചക്രം, ശ്രീചക്രത്തിൻ്റെ അതേപോലെ തന്നെ ആകൃതി, പക്ഷേ 7 ആവരണങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയൊരു തേരാണ് മന്ത്രിണി ദേവിക്കുള്ളത്. സാധാരണ ആർപ്പുവിളിയും ശംഖനാദങ്ങളും മണി പോലത്തെ ഘോഷങ്ങളുമാണ്, രൗദ്രമായ ഘോഷങ്ങളാണ് കേൾക്കുക. പക്ഷേ മന്ത്രിണി ദേവി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മനോഹരമായ വീണാനാദം കേട്ടു. കൂടെയുള്ളവർക്ക് പാട്ടുപാടുന്നത് പോലെ തോന്നി. ശുഭശകുനങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയും. അശ്വാരൂഢയ്ക്ക് അപരാജിതം എന്ന് പറയുന്ന കുതിരപ്പുറത്താണ് അശ്വാരൂഢാദേവി പോയത്. രണകോലാഹലം എന്ന് പറയുന്ന ഒരു ആനപ്പുറത്താണ് സമ്പത്കരി ദേവി പോയത്. ദണ്ഡിനി കിരിചക്രം എന്ന് പറയുന്ന 5 ആവരണമുള്ള ഒരു തേരിലാണത്രേ പോയത്. നവാവരണമുള്ള ഒരു ശ്രീചക്രത്തിൽ സാക്ഷാത് ലളിതാംബികാദേവി പോയി. 4 വേദങ്ങളും ദേവിയുടെ ചക്രങ്ങളായിട്ട് മാറി. 4 പുരുഷാർത്ഥങ്ങളും കുതിരകളായി. നിത്യാനന്ദം എന്ന് പറയുന്ന സാക്ഷാത് അറിവിൻ്റെ സ്വരൂപം അമ്മയുടെ കൊടിയായി. ആവരണ ദേവകളൊക്കെ ഉണ്ടായിരുന്നു അത്രേ. 16 ആവരണ ദേവതകൾ ദേവിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ ഇതിൽ വർണ്ണിക്കുന്നു. സിംഹാസനേശി, ലളിത, മഹാരാജ്ഞി, പരാങ്കുശ, ചാപിനി, ത്രിപുര, മഹാത്രിപുര സുന്ദരി, സുന്ദരി ചക്രനാഥ, സമ്രാജ്ഞി, ചക്രിണി, ചക്രേശ്വരി, മഹാദേവി, കാമേശി, പരമേശ്വരി, കാമരാജപ്രിയ, കാമകോട്ടിക, ചക്രവർത്തിനി, മഹാവിദ്യ, ശിവ, അനംഗവല്ലഭ, സർവപാടല, കുലനാഥ, ആംനായനാഥ, സർവാംനായ നിവാസിനി, ശൃംഗാരനായിക എന്നൊക്കെ ദേവിയുടെ നിത്യ ഷോഡശികാ ദേവികളൊക്കെ അടുത്തിരുന്ന് സ്തുതിച്ചു അത്രേ. ഇങ്ങനെ ആദ്യം സൈന്യങ്ങൾ, ആദ്യം ആനപ്പട, പിന്നെ കുതിരകളുടെ സൈന്യം, പിന്നെ മറ്റുള്ള ശക്തിസേനകൾ. ഗേയചക്രത്തിൽ മന്ത്രിണി ദേവി, ഗിരിചക്രത്തിൽ ദണ്ഡനാഥാദേവി, ശ്രീചക്രത്തിൽ സാക്ഷാത് ലളിതാ പരമേശ്വരി. ലളിതാ പരമേശ്വരിയുടെ കൂടെ 16 നിത്യാദേവികൾ ആ തേരിൽ തന്നെ. ഇതിൽ പുരുഷന്മാരാരുമില്ല, ആകെ ഒരാളേ ഉള്ളൂ അത്ര, കാമേശ്വരൻ മാത്രം ദേവിയുടെ കൂടെ. ബാക്കിയുള്ളവരൊക്കെ ശക്തിസേനകളാണ്.
എന്നിങ്ങനെ ദേവി യുദ്ധത്തിന് പുറപ്പെട്ട രംഗം ലളിതാ സഹസ്രനാമത്തിൽ വളരെ ചുരുക്കത്തിൽ ഭണ്ഡ സൈന്യ വധോദ്യുക്ത മുതലായ മന്ത്രങ്ങളിലൂടെ പറയപ്പെടുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.